ജിം ഫാമിലിക്ക് ഇന്ന് ബൈസിന്റെ വർക്കൗട്ട് ആട്ടോ. അങ്ങനെ 3 പേര് ഉഷാറായിട്ട് ജിമ്മിൽ എത്തിയേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ ദിവസം പേടിയാവും കേട്ടോ. നല്ല വേദന എടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ എന്ത് വേദന എടുത്താലും നമ്മൾ സ്ട്രോങ് ആവണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ മതിയാവും കേട്ടോ. അത് നമ്മളോട് അവിടെ ചെല്ലുന്നതോടെ തന്നെ അവർ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ജിമ്മിൽ വരിക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വിഷമവും വേദനയുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആവും എന്നുള്ളതാട്ടോ. അങ്ങനെ എന്റെ കൂടെ എത്തിയിട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും കരഞ്ഞ് കാല് പിടിക്കും കേട്ടോ ഇവരുടെയൊക്കെ. നിർത്തേ മതിയേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവര് നിർത്തി തരൂല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനറാണെങ്കിൽ അത്ര ഉഷാറാണ്. പുള്ളി വിടേയില്ല കേട്ടോ. അങ്ങനെ കരഞ്ഞാലും കാല് പിടിച്ചാലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ നല്ല ഉഷാറാക്കി തന്നിട്ടാട്ടോ തിരിച്ചു വിടുള്ളൂ. ഓരോ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യുക. അങ്ങനെ ഞങ്ങൾ 3 പേര് മാറി മാറി ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാക്കും ഉണ്ണിക്കൂട്ടനും പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് പിടിച്ചു പോവേ. എനിക്ക് ഈ വെയിറ്റ് വരുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ ചത്തുവോ, ആരെങ്കിലും ഓടി വരണേ, നാട്ടുകാരെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കിടന്നുകൊണ്ട് കാറും കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ നോക്കി ചിരിക്കുന്നല്ലാതെ ആരും രക്ഷയ്ക്ക് വരാറുമില്ല. ഇവരെന്നെ ഒട്ട് രക്ഷപ്പെടുത്താറുമില്ല കേട്ടോ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കരഞ്ഞെപ്പോഴും കാല് പിടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ലേ. ഇവർ രണ്ടുപേരും കൂളായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കുശുമ്പ് വരികയും ചെയ്യും കേട്ടോ. ഉണ്ണിക്കുട്ടൻ കണ്ടോ എന്ത് കൂളായിട്ടാ ചെയ്യുന്നത്. സാ ആണെങ്കിൽ അതിനേക്കാളും കൂളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.